സൈക്കോളജിന്റെ ക്ലാസ്സിലെ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടാകുക ഓവർ കോൺഫിഡൻസിനെ കുറിച്ചാണ്. എന്താണ് ഓവർ കോൺഫിഡൻസ്? ട്രേഡിങ്ങിലേക്ക് വന്നതിന് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷെ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിസ്റ്റന്റ് വിന്നിങ് സ്ട്രീക്ക് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് കൂടുതലും ആ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ടാകാം. നമുക്ക് എല്ലാവർക്കും, എനിക്കായാലും നിങ്ങൾക്കായാലും എല്ലാം ചിലപ്പോൾ നല്ല കുറേ മന്തുകൾ, ഇപ്പോൾ 2-3 മാസങ്ങൾ നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ടാകും. അതേപോലെ വീക്കുകൾ നമുക്ക് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന വീക്കുകളും അതേപോലെ ഡേയ്സും അതേപോലെ മന്തെല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന മെയിൻ മെന്റാലിറ്റിയാണ് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം, അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്, നമുക്ക് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോബിലിറ്റി മാറിയിട്ട് പ്രെഡിക്റ്റബിളിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് പല സിനാരിയോസിലും ട്രേഡേഴ്സ് കാണുന്നത് ഒരു വിന്നിങ് സ്ട്രീക്കിന് ശേഷം എല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഈവൻ സ്റ്റേജിലേക്കോ ഒരു ലൂസിങ് സ്ട്രീക്കിലേക്കോ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന സ്റ്റേജിലേക്കോ മാറാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ആ ഒരു കോൺഫിഡൻസ് കാരണം നമ്മൾ ഓവർ പൊസിഷൻ സൈസിങ്ങിലേക്കും അതേപോലെ തന്നെ പുവർ ആയിട്ടുള്ള സെറ്റപ്പിലേക്കും പോകാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. നമ്മളിപ്പം നല്ലൊരു സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിക്ക് പുറമെ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ട്രേഡ് പ്ലേസ് ചെയ്യാനുള്ള ആ ഒരു പ്രോബിലിറ്റി കൂടുതൽ ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉണ്ട്. എന്താണ്? നമുക്കറിയാം നമ്മൾ ഇത്രയും നാള് പ്രോഫിറ്റബിൾ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ബേസ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അവിടെ എത്രത്തോളം നമ്മൾ ട്രേഡ് എടുക്കുന്നു അത്രത്തോളം നമുക്ക് റിസ്ക്കും ഉണ്ട്. ഇപ്പോൾ ലോസസിലേക്കുള്ള പോകാനുള്ള പ്രോബിലിറ്റിയും കൂടുതലാണ്. അതേപോലെ തന്നെ ഹ്യൂജ് ആയിട്ടുള്ള പൊസിഷൻ സൈസിങ് വരാനുള്ള പ്രോബിലിറ്റി നമുക്ക് അവിടെ ഉണ്ട്, അല്ലേ? നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് വിചാരിക്കുക? നമ്മൾ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയി നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതേപോലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് മതിയോ, വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കണ്ടേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വരുന്ന സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാകുക? പക്ഷെ പൊസിഷൻ സൈസിങ് കൂട്ടും. അപ്പോൾ ഈ പൊസിഷൻ സൈസിങ് കൂട്ടുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രോബ്ലം എന്താണ്? നമ്മൾ നോർമലി നേരത്തെ ആ ഒരു വിന്നിങ് സ്ട്രീക്കിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ലോസ് ഫ്ലക്ച്വേഷൻ, ആ ഒരു പ്രോഫിറ്റ് ഫ്ലക്ച്വേഷൻ ആയിരിക്കില്ല നമ്മൾ അവിടെ കാണുന്നുണ്ട്. കുറച്ചും കൂടി ഹയർ ലെവലിലായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു 10,000-5,000 ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഈസി മൊമെന്റ് ആയിരിക്കില്ല നമ്മൾ 50,000-40,000 വെച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ലോസിലേക്ക് പോകാനും ക്യാപിറ്റൽ വാഷ് ഔട്ടിലേക്ക് പോകാനും നമുക്കൊരു സെൽഫ് ഡൗട്ട് വരാനുള്ള പ്രോബിലിറ്റിയും അവിടെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താണ് കൺസിസ്റ്റൻസി? നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ഒരു ഓവർ കോൺഫിഡൻസിന്റെ സിനാരിയോ തന്നെ എടുക്കാം. ഈ ഒരു ഓവർ കോൺഫിഡൻറ്റ് സിനാരിയോയിൽ നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എന്തായാലും അറിയാം നമുക്ക് റിസ്ക്കും കാര്യങ്ങളും കൂട്ടണം എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവം കൂട്ടേണ്ടത് ഒറ്റയടിക്ക് പോയിട്ട് ഹയർ ലെവലിലേക്ക് കൂട്ടുന്നതിന് പകരം നമ്മുടെ റിസ്ക് പെർസെൻറ്റേജ് വൈസ് മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഹൈ ആക്കിക്കൊണ്ട് അതിൻ്റെ ഒരു പെർസെൻറ്റ് ഇപ്പം 50 ആണെന്നുണ്ടെങ്കിൽ 100 ആക്കുക, 150 ആക്കുക, അങ്ങനെ റിസ്ക് ചെയ്ത് കൂട്ടി കൊണ്ടുപോവുക. ഒറ്റയടിക്ക് 100-ന്ന് 1000-ലേക്കോ $500 റിസ്ക് കൂട്ടാതിരിക്കുക. അത് നിങ്ങൾക്കായിരിക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾ ആ ഒരു ലൂസ് സ്ട്രീക്കിലേക്കും അക്കൗണ്ട് വാഷ് ഔട്ടിലേക്കും പോകാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്ട്രാറ്റജിയും റിസ്ക് മാനേജ്മെന്റും ഫോളോ അപ്പ് ചെയ്യുക. ഒറ്റയടിക്ക് നമ്മൾ ഒരു ഓവർ കോൺഫിഡൻസ് വരുന്ന സമയത്ത് ട്രേഡ്സിന്റെ എണ്ണം കൂട്ടുന്നതും അതേപോലെ തന്നെ ലോഡ് സൈസ് കൂട്ടുന്നതിന് പകരം പയ്യെ ഇൻക്രീസ് ചെയ്യുക. അതായത് കുറച്ചായിട്ട് നമ്മുടെ ലോഡ് സൈസ് ആയാലും നമ്മുടെ റിസ്ക് ആയാലും കൂട്ടി വരിക.